ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അർജുനും ശ്രീധനും കുറിച്ച് കോംബോ പിടിക്കുന്നു, ലവ് ട്രാക്കാണെന്ന് പറയുന്നത് കേട്ടാൽ ശ്രീധന് ദേഷ്യം വരും. ഹൈജീനും ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു. ജാസ്മിൻ അങ്ങനെ തുമ്മിയിട്ട് അവൾ അടിച്ച ഡയലോഗ് ശരിയല്ല, മോശമായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമോ? എന്താണ് ബ്രോ? ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഗെയിമേഴ്സ് ഉണ്ടോ അവിടെ? ഗബ്രി ജാസ്മിൻ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന. ഗബ്രി പുറത്താവണതിന്റെ റീസൺ ഗെയിം നല്ല ഗെയിമർ അല്ലാത്തതുകൊണ്ടല്ല. ഗബ്രിനെ പുറത്താക്കിയതിന്റെ റീസൺ ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂല് ഗബ്രിയും ജാസ്മിനും സെപ്പറേറ്റ് നിന്നിരുന്നെങ്കിൽ അവർക്കിടയിൽ ഫൈറ്റ് 100% ഉറപ്പാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ജാസ്മിൻ ആയിരിക്കും പോകുന്നതെന്ന്, പക്ഷേ പണിയിട്ട് ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് ആ മാല എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. ഈ ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാവുന്ന ഇൻഫാക്ച്വേഷൻ, അത് പ്രേമം, ഇതിലൊക്കെ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർന്നു. ഇമോഷണൽ ഗെയിമർ. ഓക്കെ അൺഡിസർവിംഗ് ഗെയിമർ. ഓഫ് കോഴ്സ് ജിൻഡോ ബ്രോനെ സപ്പോർട്ട് ചെയ്യണോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഫുൾ നെഗറ്റീവാണ്. ജിൻഡോ ബ്രോന്റെ ഫാൻസ് കയറി മെയ്യാണ്. ആ വീട് ഒരു പ്രഷർ കുക്കറാണ്. ഓക്കെ, നമ്മളിവിടെ ആരെയും കൊന്നിട്ടോ തിന്നിട്ടോ ഒന്നും പോയി കിടക്കുന്ന ക്രിമിനൽസ് അല്ല, പക്ഷെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഇതിനിടയിൽ ഒരു പവർ റൂമിന്റെ ഫുഡ് എടുത്ത് ജയിലിൽ കൊടുത്തൊരു സംഭവത്തിന്റെ പേരിലും പവർ റൂമിന്റെ ഫുഡല്ല, പ്രോൺസ് എടുത്ത് കൊടുത്തതിനും ഈ ലാലേട്ടനെ എയറിലാക്കിയൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോ ലാലേട്ടൻ പറഞ്ഞ സംഭവമുണ്ട്, റസ്മിൻ എന്തിനാണ് ഇത് ചെയ്തത്? കാരണം പണിഷ്മെന്റ് ആയിട്ട് ജയിലിൽ പോയ ആൾക്കാർക്ക് എന്തിനാണ് ഇപ്പൊ അതെടുത്ത് കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതെടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ആർക്ക് കൊടുത്തു എന്നുള്ളതും വലിയൊരു ടാസ്കാണ്. എന്താ ശരിക്കും അവിടെ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഫ്രണ്ട്ഷിപ്പുകളും ഇതൊക്കെ പ്രശ്നമായിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചോദിച്ചു, അതായത് ആർക്ക് കൊടുത്തു എന്നുള്ളതാണ്. ആ സമയത്ത് ജയിലിൽ കിടന്ന ആരാണ്? ജാസ്മിൻ, നോറ. ഓക്കെ, ആ സമയത്ത് ഋഷിയോ അൻസിബോ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് കൊണ്ടുപോയി കൊടുത്ത ആരും കാണയില്ല, ആരും ഒന്നും പറയില്ല. ഇതുപോലെ അൻസിബയും സായും ജയിലിൽ കിടന്ന സമയത്ത് നമ്മൾ ഈ പവർ റൂമിൽ നിന്ന് കിട്ടിയ ഭക്ഷണം ഈ അൻസിബയുടെ സോക്കോൾഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഋഷിയും അതുപോലെ തന്നെ ആരൊക്കെയോ പോയിട്ട് ജയിലിൽ പോയി കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ജയിലിൽ കിടന്ന ആൾക്കാർക്ക് പുതപ്പ്, വെള്ളം, ഇതെല്ലാം ജയിലിൽ എത്തിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷേ ജയിലിൽ കിടന്ന് ഞാൻ എൻ്റെ കയ്യിൽ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ജാസ്മിനും നോറയാണ് ജയിലിൽ കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് ജാസ്മിൻ കിടന്നത് കൊണ്ട് എല്ലാവരും ജാസ്മിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു എല്ലാം ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അന്ന് ഇതാണ് പറ്റിപ്പോയത്. അതായത് ഞാൻ പവർ റൂമിലുണ്ട്. അല്ല, ഞാനാണോ? അല്ല, ഞാൻ ഇല്ല. പക്ഷേ പവർ റൂമിൻ്റെ ഫുഡ് പവർ റൂമിൻ്റെ ഫുഡാണെങ്കിലും ആ ഫുഡ് എല്ലാവർക്കും കൊടുക്കും. പവർ റൂമിലെ ആൾക്കാർ മാത്രമല്ല, എല്ലാവരും കഴിക്കും. അപ്പോൾ ഈ നോറയും ജാസ്മിനും ചോദിച്ചാൽ ചെമ്മീൻ പ്രോൺസ് കറി ഉണ്ടോ എന്ന് വെച്ച് നമ്മളത് എല്ലാവർക്കും കൊടുത്ത് ജയിലിലുള്ളവർക്ക് തരാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു. ഇവർ പിന്നെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ താന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അപ്പം ഞാൻ ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അവർ ജയിൽ പുള്ളികളാണ്, അവർക്ക് പണിഷ്മെന്റ് കിട്ടിയേക്കുന്നത് ജയിലിലേക്ക് കൊടുക്കാൻ പാടില്ല. അറ്റ് ദ സെയിം ടൈം കഴിഞ്ഞ ആഴ്ച പക്ഷേ ഋഷി അൻസിബിക്കൊണ്ടേ ഫുഡ് കൊടുത്തല്ലോ, അല്ലെങ്കിൽ ഇന്ന ആൾ സായിക്കൊണ്ടേ ഫുഡ് കൊടുത്തല്ലോ, അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ വേഗം അടുക്കളയിൽ പോയിട്ട് എടുത്തു അവിടെ കൊണ്ടേ വെച്ചിട്ട് ഞാൻ ഓടി. അവരെ കഴിപ്പിക്കാനോ ഇതാക്കാനോ നിന്നിട്ടില്ല. പക്ഷേ പണിയിട്ട് ഞാൻ ജാസ്മിൻ ഉള്ളത് കൊണ്ട് അതവിടെ ശ്രദ്ധിക്കപ്പെട്ടു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടില്ല. പിന്നെ ഈ പറഞ്ഞില്ലേ, ഔട്ട് പോണതൊക്കെ നമ്മുടെ ബിഗ് ബോസ് ടീം തീരുമാനിക്കാണ്. എന്ത് ഔട്ട് പോയാൽ ആൾക്കാർ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതൊക്കെ അവരുടെ മിടുക്കാണ്. പക്ഷെ ഇതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ആദ്യം. ഇത് പക്ഷേ ലാലേട്ടൻ ഇങ്ങനെ ഡിസ്കഷൻ പോയിന്റിലേക്ക് വന്നപ്പോ പറഞ്ഞപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് പവർ റൂമിന്റെ കാര്യമായിട്ട് അത് റിയാക്ട് ചെയ്യാൻ നിൽക്കാനും മേ ബി ഫുഡിന്റെ കാര്യം ഇത് ശീലമാണ്. മിക്കപ്പോഴും അങ്ങനെ തന്നെ ജയിലിൽ അങ്ങനെയാണ് നടക്കുക. ഇവരൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പൊ ഞാൻ കൊടുത്തത് കൊണ്ടല്ല, ജാസ്മിൻ ആണ് അവിടെ കിടന്നത് കൊണ്ടാണ്. അത് ആര് കൊടുത്താലും അത് ശ്രദ്ധിക്കപ്പെടുമായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നി. ഹൈജീനും ഭയങ്കര വലിയ പ്രശ്നമായിരുന്നല്ലോ ബിഗ് ബോസ് സീസൺ 6 ഈ നമുക്ക് എല്ലാവർക്കും ഈ വൃത്തിയുള്ള അറ്റ്മോസ്ഫിയറും അതൊക്കെ നമുക്ക് ഭയങ്കര ബേസിക് ആയിട്ട് നീഡ്സുകളാണ്. ഈ എന്താ ശരിക്കും ഹൈജീന്റെ ഒരു പെർസ്പെക്റ്റീവ് ഈ ഹൗസിൽ ഭയങ്കര ചർച്ചയാവാൻ കാരണം? ഹൈജീന്റെ പെർസ്പെക്റ്റീവ് ചർച്ചയാവാൻ കാരണം അങ്ങനെ വലിയ കാരണങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ ജിൻഡോ എന്ത് ചെയ്താലും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴാണ്? ഇതുപോലെ
നമ്മളെ ലാൽ സാറിന്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഇത് വരുമ്പോഴാണ് ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ആരും ശ്രദ്ധിക്കപ്പെടില്ല. പക്ഷെ അത് ഭയങ്കര ബേസിക് ആണല്ലോ. അല്ല, ഹൈജീൻ ബേസിക് ആണ് ബ്രോ, ബേസിക് അല്ല എന്നല്ല. അവിടെ എല്ലാവരും വൃത്തിയും മെനയിലും തന്നെയാണ് നടക്കുന്നത്. അവിടെ സാധനങ്ങൾ ഒതുക്കി വെക്കാറുണ്ട്, ഭക്ഷണങ്ങൾ എല്ലാം കഴുകുകയും പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അന്ന് ജാസ്മിൻ അങ്ങനെ തുമ്മിയിട്ട് അവൾ അടിച്ച ഡയലോഗ് ശരിയല്ല. അത് ഇതാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അവൾക്ക് അത് മാറ്റി വെച്ചിട്ട് എന്തായിരുന്നു ഇളക്കിക്കൊണ്ടിരിക്കുക, മാറ്റി വെച്ചിട്ട് അത് ചെയ്യാമായിരുന്നു. അത് അവൾ ചെയ്യണമായിരുന്നു. പക്ഷെ അല്ലാതെ അവിടെ അതുക്കും മേലെ ഹൈജീൻ പ്രശ്നങ്ങൾ വേറെ ഒന്നും ഇല്ല. പിന്നെ നമ്മൾ ബാത്റൂമുകളിൽ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് ബാത്റൂമിൽ ചില സമയങ്ങളിൽ നല്ല സ്മെല്ലൊക്കെ വരാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രശ്നമായിട്ടേ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ആ വീട് കൊണ്ടുപോയിട്ടുള്ളത്. അടിച്ചു പറഞ്ഞാണെങ്കിലും പാത്രങ്ങളുടെ ആണെങ്കിലും എല്ലാം അവരവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കപ്പെട്ടത് ആ തുമ്മി എന്നുള്ളൊരു സാധനത്തിലാണ്. പിന്നെ എല്ലാവരും ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് പോയത്. ഗ്യാസ് ഓഫ് ചെയ്യാണ്ട് പോയത് ശരിയല്ല. കാരണം അത് ജാസ്മിൻ അറിഞ്ഞിട്ടില്ല എന്നാ ജാസ്മിൻ പറയണേ. അത് ശ്രദ്ധയിൽ പറ്റില്ല. പക്ഷെ ശ്രദ്ധയിൽ പെടേണ്ട കാര്യമാണ്. നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഗ്യാസിന്റെ മാത്രല്ലേ, ആ വീട്ടില് നമ്മളിപ്പോ കുളിക്കാൻ പോയി കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് ബക്കറ്റിൽ എടുത്തിട്ട് വിരിക്കാൻ പോകും. പുറത്താണ് വിരിക്കുന്നത്. വിരിച്ച് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ചെയ്യണമെന്നാണ് ആ ബക്കറ്റ് അവിടെ വെച്ചിട്ട് പോകും. അപ്പൊ ബാത്റൂമിൽ അടുത്ത ആൾ പോകുമ്പോൾ അവിടെ ബക്കറ്റ് ഇല്ല. അതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നം. അപ്പൊ ഇതെല്ലാം അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് സാധനം വെച്ചു, തിരിച്ച് ഓഫ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓൺ ചെയ്ത ആൾക്ക് തന്നെയാണ്. അവിടെ മറന്നുപോയി, അയ്യോ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ കുറച്ചൊക്കെ ശ്രദ്ധ വേണം. ജാസ്മിന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതലും തോന്നിയിരിക്കുന്ന അവളെ ശ്രദ്ധക്കുറവും പിന്നെ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് ജാസ്മിൻ. നല്ല മടിയുള്ള കൂട്ടത്തിൽ. അതുകൊണ്ടാണ് അവൾക്ക് ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് ഈ പറഞ്ഞ ആൾക്കാർക്കൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് തന്നെ ജാസ്മിൻ അവിടെ പ്ലേസ്ഡ് ആവാണല്ലോ. ഈ മടിയുടെ പേരിൽ ജാസ്മിൻ പ്ലേസ്ഡ് ആവുന്നു, ഹൈജീൻ, ലവ് ട്രാക്ക്, ഇതൊക്കെ ജാസ്മിൻ ഇട്ടു കൊടുക്കുന്ന പോയിന്റുകൾ തന്നെയാണല്ലോ. ജാസ്മിൻ വേണമെന്ന് വെച്ചിട്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങള് നമ്മുടെ ഇമേജ് മോശമായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കോ? എന്താണ് ബ്രോ ഞാനത് ചോദിക്കാൻ വേണ്ടി കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ അൻസിബ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ഈ നോറ വീട്ടുകാരെ ഭയങ്കരമായിട്ട് വിക്ടിം ആക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. നോറ ഭയങ്കര ഇമോഷണലി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. തിരിച്ചത് ഗെയിമായിട്ട് അതിന്റെ കുറെ പിന്നീട് ഒരു ട്രോളിലും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസിന് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അറിയാണ്ട് നമ്മൾ വായിന്ന് വരുന്ന വാക്കുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റും ആണല്ലോ. അതെ, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ശ്രദ്ധക്കുറവുണ്ട് ജാസ്മിന് നന്നായിട്ട്. അവൾ എന്താ ചിലപ്പോൾ പറയണേന്നുള്ളതൊന്നും. പക്ഷെ ചില സമയത്ത് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഗെയിമിന്റെ സമയത്ത് ടാസ്ക് ഒക്കെ വരുമ്പോൾ ജാസ്മിൻ എന്താണ് പറയുന്നത് എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടിയാണ് അവൾ സംസാരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ബ്രോ ഏത് നേരം ഗെയിം. ഇപ്പൊ സിജോ ഒക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഗെയിം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരാണ്. ബാക്കിയുള്ളവർ അങ്ങനെയല്ല. അപ്പോൾ അവരായിട്ട് തന്നെ നിൽക്കുമ്പോൾ അവരുടേതായ രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജാസ്മിൻ ഒരാൾ നെഗറ്റീവ് ആവണമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ അങ്ങനെ നെഗറ്റീവ് ആക്കൂലല്ലോ. എനിക്ക് അത് അവൾ അങ്ങനെയാണ്, അവളെ നേച്ചർ അങ്ങനെയാണ്, അതങ്ങനെ വന്ന് പോവാ. ഇപ്പോ നമുക്കൊരു ചെറിയ ടാസ്ക് ഉണ്ട്. അതായത് ഇറ്റ്സ് ലൈക്ക് ടൈപ്പ് ഓഫ് ഗെയിമേഴ്സ്. ഞാൻ പറയാം, അവിടെ തോന്നിയിട്ടുള്ള ആള് സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്. ഇത് ആരുടെയും പറഞ്ഞ പോലെ മറ്റുള്ള ഒരു കാര്യം വെച്ച് നോക്കണ്ട. സ്ട്രിക്ട്ലി തോന്നിയ കാര്യം ജസ്റ്റ് പറഞ്ഞാൽ മതി. ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഗെയിമേഴ്സ് ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ. ഒന്ന് സായി, സിജു, നന്ദന അതിലേക്ക് വന്ന് പെട്ടുപോയൊരു കുട്ടിയാ. ശരി, പെങ്ങളുട്ടി. അത് ആക്ച്വലി അവര് ആദ്യമേ ആ പ്ലാൻ ഉണ്ടായിരുന്നില്ല, പിന്നെ അവർ ആ ട്രാക്കിലേക്ക് ആക്കിയെടുത്തു ഗ്രൂപ്പ്. വേറെ അങ്ങനെ തോന്നിയിട്ടില്ല വേറെ ഗ്രൂപ്പ്? ഇതിന് മുന്നേക്കെ ആണെങ്കിൽ ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഗബ്രി ജാസ്മിൻ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു സോണിൽ നിന്ന് ഇതാക്കുന്നു. വേറെ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഇല്ല. ഹോണസ്റ്റ് ഗെയിമേഴ്സ് ഉണ്ടോ? പിന്നെ എത്ര പേരുണ്ട്? അർജുൻ, അപ്സര, പിന്നുള്ളത് അർജുൻ, അപ്സര, ഞാൻ. പിന്നെ ഹോണസ്റ്റായിട്ട്, അതായത് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല, ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ അതായത് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കണം അങ്ങനത്തെ ഒക്കെ രീതിയിൽ ചിന്തിക്കാത്ത ആൾക്കാരാണ് ഈ 3 പേര്. അൺഡിസർവിംഗ് ഗെയിമർ, അവിടെ ഒരിക്കലും സെറ്റ് ആവൂല എന്ന് തോന്നിയിട്ടുള്ള ഗെയിമേഴ്സ്. ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അവർ അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ
ബിഗ് ബോസ് ഷോയില് ഡിസേർവിങ് അല്ലാത്തതിന് വന്ന് നിഷാനത്തെയാണ്. നിഷാനത്ത ഫസ്റ്റ് എൻ്റെ കൂടെ കയറിയ കോമണർ നിഷാനത്തെയാണ്. നിഷാനത്തക്ക് ശരിക്കും അറിയില്ലായിരുന്നു എന്താണ് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ നിഷാനത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് പറ്റിയതല്ല. മാനിപ്പുലേറ്റബിൾ ഗെയിമർ ഉണ്ടോ? ഓഫ് കോഴ്സ് ജിൻഡോ, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സിജോ. സിജോയ്ക്ക് മാനിപ്പുലേഷൻ പിന്നെ അല്ല, സിജോ ഫസ്റ്റില് മാനിപ്പുലേഷൻ്റെ ആളായിരുന്നു. അനുഭവം ഉണ്ടോ? പിന്നെ സിജോ ഏതായിരുന്നു? ഗെയിമിന്റെ രീതിയിൽ മാത്രം കേട്ടോ, അല്ലാതെ പേഴ്സണലി വന്നിട്ട് അവൻ ജിൻഡോ ബ്രോ ചെയ്യണ പോലെ ഒന്നും ചെയ്തിട്ടില്ല. ഗെയിമിനെ വേറെ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ, നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ എന്തോ ഒരു ഗെയിം വന്നപ്പോൾ സിജോ വന്നിട്ട് ഞാനും ജിൻഡോ ബ്രോയൊക്കെ ഒരു ടീമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടാസ്ക്, അവരുടെ ഗെയിം കഴിഞ്ഞു, അവരുടെ ഗെയിം ആക്ടിവിറ്റി റൂമിലായിരുന്നു, അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ കയറി വന്നിട്ട് ഇതിങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടിരുന്നത്, അതായത് ഞങ്ങൾ കറക്റ്റ് ട്രാക്ക് നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ സിജോ വന്നിട്ട് എടാ നമ്മൾ മണ്ടത്തരല്ല കാണിച്ചത്, നമ്മളിത് ഇങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടത്, അങ്ങനെ ആയിരുന്നല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയുണ്ട്. പിന്നെ സിജോ പല സമയങ്ങളിൽ പല കാര്യങ്ങളെ വളച്ചൊടിക്കാറുണ്ട്. അത് ടാസ്കിന്റെ സമയങ്ങളിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഗുഡ് ലീഡർ അപ്സര. അണ്ടർസ്റ്റാൻഡിങ് ഗെയിമർ, ഗെയിം ഭയങ്കര മനസ്സിലാക്കി കളിക്കുന്ന ആരെങ്കിലും? ഗബ്രി. പക്ഷെ എന്തുകൊണ്ട് പെട്ടെന്ന് പുറത്തായെന്നുള്ള അല്ല, ഗബ്രി പുറത്താവണതിന്റെ റീസൺ നല്ല ഗെയിമർ അല്ലാത്തതുകൊണ്ടല്ല. ഗബ്രീനെ പുറത്താക്കിയതിന്റെ റീസൺ ഈ ജാസ്മിൻ ഗബ്രി ഇഷ്യൂവിൽ പെട്ടിട്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും നല്ല ഗെയിമറാണ് ഗബ്രി. ഗബ്രി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായേനെ? ഗബ്രിയും ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ, അത് പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും സെപ്പറേറ്റ് നിന്നിരുന്നെങ്കിൽ അവർക്കിടയിൽ ഫൈറ്റ് 100% ഉറപ്പാണ്. പിന്നെ അവര് നല്ല ഗെയിമേഴ്സാണ്, ഇവര് രണ്ടുപേരും സൂപ്പർ ഗെയിമേഴ്സാണ്. ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓക്കെ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചെയ്യുന്ന ആള് ഗബ്രിയാണ്. ഈ ഗബ്രിയുടെ വിഷയം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു പലർക്കും. അതെ, ഞാൻ വിചാരിച്ചിരുന്നത് ജാസ്മിൻ ആയിരിക്കും പോകുന്നതെന്ന്. കാരണം ആ സമയങ്ങളിൽ ജാസ്മിൻ ഭയങ്കര ഡൗണും ഗബ്രി ഭയങ്കര ഗെയിംസിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ടൈം പാസ് ഗെയിമർ, ചുമ്മാ ഒന്ന് ഗെയിം കളിച്ചിട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ ഒന്ന് ഗെയിം കളിച്ചിട്ട് പോവാന്നുള്ളത് എനിക്ക് തോന്നുന്നു സായി. സായി ചുമ്മാ മൂഡ്. ഇമോഷണൽ ഗെയിമർ. ഓക്കെ ഇമോഷണൽ ഗെയിമർ എന്ന് പറഞ്ഞാ നോറ. ഞാൻ ഇതുവരെ ഇന്റർവ്യൂ എടുത്ത എല്ലാവരും ഈ ഇമോഷണൽ ഗെയിമറിന്റെ കാര്യം പറയുമ്പോൾ നോറ മാത്രമേ പറയൂ. വേറൊരു ഋഷി. പക്ഷെ ഋഷി ടാസ്കുകളിൽ ഋഷിക്ക് ഈ ഒരു ഇമോഷൻ വലിയ പ്രശ്നമില്ല. ഈ നോറയുടെ സംബന്ധിച്ച ഈ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്യാമറ നോക്കിക്കറിയാം, മേക്കപ്പ് റൂമിന്റെ അവിടെ പോയി നിന്നിട്ട് വിതുമ്പുക, പവർ റൂമിന്റെ പെട്ടി കിടന്നിട്ട് എല്ലാരും മുറിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിന്ന് പറയാ, ഇങ്ങനത്തെ കുറെ ഇൻസ്റ്റിങ്റ്റുകൾ ഉണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ണുടക്കുക കരയാം. സോ എങ്ങനെ ശരിക്കും നോറ ആസ് എ ഗെയിമർ നിങ്ങൾ കാണുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ? നോറ ആസ് എ ബ്രില്യൻ ഗെയിമർ. നോറ ഒരാളെ മനസ്സിലാക്കുന്നത് പോലെ അവിടെ വേറെ ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അത്ര ബ്രില്യൻ്റ് ആണ് നോറ. നിങ്ങൾ ഫൈറ്റ് ഉണ്ടായിരുന്നു? പിന്നെ എത്രയോ പ്രാവശ്യം ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. നോറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൾക്ക് ആരും വേണ്ട, അവൾക്ക് കാരണം അവൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കും അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത്. പിന്നെ ഞാനായിരുന്നു പിന്നെ അവൾക്കുള്ളൊരു കംഫർട്ട് സോണ്. അപ്പോൾ പല സമയങ്ങളിൽ അവൾ എന്നോട് പറയുന്നതിലും അവൾക്കൊരു ലിമിറ്റേഷൻ വന്നിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ പറയും, അവൾ പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് ഞാൻ പറയുന്നവർ അത് അങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് പറയുമ്പോൾ അപ്പം അവിടെ അത് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഞാൻ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കെതിരെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നോട് മിണ്ടില്ല, പിന്നെ എന്നോട് ആ കാര്യമേ അവൾ സംസാരിക്കില്ല. അപ്പോൾ അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നെ കിട്ടുന്നത് വരെ, അതായത് ഞാൻ അവളായിട്ട് കമ്പനി ആവുന്നത് വരെ അവളുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറേനോട് നോക്കി പറയാം, ബ്രോ അതൊരിക്കലും നമ്മൾ ഷോ കാണിക്കാനോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിനെ നോക്കി കാണരുത്. കാരണം അവിടെ ഒരാളില്ലാത്തതിൻ്റെ വിഷമം ആ ആൾക്കേ മനസ്സിലാവുള്ളൂ. അതായത് നമ്മളെ കേട്ടിരിക്കാൻ ഒരാളില്ലെങ്കിൽ അത് നമ്മളെ മെന്റലി എത്രമാത്രം പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെയാണ് നോറയ്ക്ക് കിട്ടിയ ഒരു കംഫർട്ട് സോൺ ആദ്യത്തെ ക്യാമറയാണ്. അപ്പോൾ അവൾക്ക് പറയാം, നമ്മളിപ്പോൾ ഡയറി എഴുതുന്നു, പല ആൾക്കാരും ഡയറി എഴുതുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും ഡയറി എഴുതി കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം കിട്ടാറുണ്ടോ? സെയിം, അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് എഴുതാൻ പറ്റില്ല, അവിടെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, ഒരു ക്യാമറേൻ്റെ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അൻസിബ ബെഡിലിരുന്നോട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. സംസാരിക്കാൻ അൻസിബ ഒറ്റയ്ക്ക് ഇരുന്ന്
ഞാൻ ഇടക്കിടക്ക് ജിമ്മിക്കുട്ടനെ നോക്കി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. നമുക്ക് പറയാനുള്ളത് നമ്മൾ ആരോടെങ്കിലും പറയാ എന്നുള്ളൊരു രീതി. ഞാൻ നോറയുടെ ആ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈവൻ ശ്രീരേഖ ചേച്ചി ആണെങ്കിലും ചേച്ചിക്ക് ഫസ്റ്റ് ടൈം ഒന്നും ആരും ഇല്ല കൂടെ. ചേച്ചിക്കും കംഫർട്ട് സോൺ ക്യാമറയാണ്. അപ്പോൾ ചേച്ചി പറയുന്ന അനുസരിച്ച് ക്യാമറ അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും. അവർക്ക് അതൊരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. ഈ ബെസ്റ്റ് വൈൽഡ് കാർഡ് അഭിഷേക് എസ് ഇപ്പോൾ ഉള്ള അഭിഷേക് ശ്രീകുമാർ. ഈ പറഞ്ഞ പോലെ അണ്ടർറേറ്റഡ് ഗെയിമേഴ്സ് ഉണ്ടോ? അധികം പ്രൈസ് ചെയ്തിട്ടില്ല അവരെ ആരും, പക്ഷെ ഭയങ്കര അടിപൊളി ഗെയിമേഴ്സ് ആണ്. അങ്ങനെ പറയുകയാണെങ്കിൽ സിബിൻ ബ്രോ ആക്ച്വലി നല്ലൊരു ഗെയിമറാണ് ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ട്രാക്ക് പുള്ളി ഉദ്ദേശിച്ചതുപോലെ ഇപ്പോൾ രതീഷേട്ടൻ, റോക്കി അതുപോലെയൊക്കെ തന്നെ എനിക്ക് അതുപോലെയാണ് പുള്ളീനും തോന്നിയത്. പുള്ളി വേറെ എന്തോ ലെവൽ പിടിക്കാൻ നോക്കിയതാണ്, പക്ഷെ പുള്ളീൻ്റെ കയ്യിൽ നിന്ന് പോയി. അല്ലായിരുന്നെങ്കിൽ നല്ല കിട്ടിലും ഗെയിമറ നല്ല പ്രോഗ്രസ് ചെയ്യുന്നതോറും അടിപൊളിയായിട്ട് വന്നു. ഈ വീട്ടുകാർ വന്ന എപ്പിസോഡ് ഭയങ്കര അധികം ക്രൂഷ്യലായിരുന്നു. കാരണം ഈ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ഞാൻ വീട്ടിൽ പോയിട്ടുള്ള ആളായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് റസ്മിൻ അവിടെ എന്താ ചെയ്യാൻ പോണേ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് അവർക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഹൗസിൽ വന്നപ്പോഴും അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറെ ദിവസങ്ങൾക്ക് ശേഷം മോളെ വീണ്ടും കാണാൻ പറ്റുക, ഗെയിമിനെ കുറിച്ച് പറയാ, എങ്ങനെയുണ്ടെന്ന് പറയാ. എന്തായിരുന്നു ശരിക്കും ആ ഒരു 2 ദിവസം ഉണ്ടായിരുന്ന ഒരു സംഭവം? 2 ദിവസമല്ല, ഒരാഴ്ച. ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി ചില സമയങ്ങളിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ബ്രോ. അത് ഭയങ്കര രസമാട്ടോ. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര പേഴ്സണലി നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം. തല്ലുകൊടുത്തൊന്നുമില്ലാതെ എല്ലാവരും കൂടി സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഈ പാരന്റ്സ് വരുന്ന സമയത്ത് ഞങ്ങളുടെ നൊസ്റ്റൂനെ കുറിച്ച് സിജോ ഞാൻ ജാസ്മിനൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നൊസ്റ്റാൾജിയ നമ്മൾ മറ്റേ ടയർ ഉരുട്ടി പോണതും പട്ടം വർത്താം അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുടെ പാട്ട്. എൻ്റെ പൊന്നെ. അപ്പൊ നമ്മള് ഫാമിലി റൗണ്ട് ആ വീക്ക് വരുന്നു, ഒരു എക്സ്പെക്ടേഷനും ഇല്ല. പെട്ടെന്ന് അമ്മയുടെ പാട്ട് കേട്ടപ്പോൾ അവിടെ ഉള്ള എല്ലാവരുടെ കണ്ണു നിറഞ്ഞു. ഫസ്റ്റ് ടൈം ആ പാട്ട് കേൾക്കുന്നതും അവിടെ ഉള്ള എല്ലാവരുടെ കണ്ണു നിറഞ്ഞു. വന്നത് ഋഷിയുടെ അമ്മ. ആ ഋഷിൻ്റെ അമ്മേനെ എല്ലാവരും കൂടി പൊതിഞ്ഞ് ഇങ്ങനെ നമ്മുടെ അമ്മ വരുന്ന അതേ ഫീലായിരുന്നു. ശരിക്കും ഈ ആൾക്കാർ വിചാരിക്കാണ്ടാവും ഇപ്പോൾ 60 ദിവസം 70 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ഇവരെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യണേന്ന്. നിങ്ങൾക്ക് അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സമയത്ത് നമ്മുടെ ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും അത് വേറെ ഇതാ. അങ്ങനെ ഋഷിയുടെ അമ്മ വന്നു, അൻസിബയുടെ അമ്മ വന്നു. അപ്പൊ ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ സ്നേഹം മാത്രമല്ല, ഭക്ഷണങ്ങളും ഉണ്ട്, ഇവരുടെ കഥകളുണ്ട്, അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ റൗണ്ടിലാണ് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈവൻ അൻസിബയ്ക്കൊക്കെ ആണെങ്കിലും പല ആൾക്കാരോടും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അൻസിബ അതൊക്കെ മറന്ന് എല്ലാവരും പോയി ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ നന്നായി ബിഗ് ബോസിനോട് ആ സമയത്ത് ഒരുപാട് താങ്ക് യു പറഞ്ഞു. പല ആൾക്കാരുടെയും കാഴ്ചപ്പാടുകൾ വീട്ടുകാർ വന്നപ്പോൾ മാറി. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തന്നൊരു വീക്കാണ് അത്. ഈ പൈൻ്റെ ഒരു ട്രോള് ഭയങ്കര വൈറലായിരുന്നു. എൻ്റെ വീട്ടുകാർ വന്നിട്ട് ആദ്യം ചോദിച്ച അത് ഞാൻ പറഞ്ഞില്ലേ, ജിൻഡോ ബ്രോ ഗെയിം കളിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, ഒന്നുമില്ല, സംഭവം ഇത്രേ ഉള്ളൂ ബ്രോ. ഞാൻ മനസ്സിലാക്കി, എനിക്ക് ആ സമയത്തൊന്നും മനസ്സിലായില്ല. ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അനിയൻ വന്നിട്ട് എവിടെ എൻ്റെ ജിൻഡോ ബ്രോ എവിടെയെന്ന് പറഞ്ഞ് പോയതിൻ്റെ ഉദ്ദേശം മനസ്സിലായത്. അതായത് ജിൻഡോ ബ്രോക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നെന്ന് ഇവർ പറയുന്നുണ്ട്. എനിക്ക് ഫുൾ നെഗറ്റീവാണ്, ജിൻഡോ ബ്രോൻ്റെ ഫാൻസ് കയറി മെയ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഓക്കെ മനസ്സിലാക്കി. അതിനുശേഷം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോ ബ്രോനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിൻഡോ ബ്രോനെ സപ്പോർട്ട് ചെയ്യണോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇവർ പേടിച്ചിട്ടാണ്, എനിക്കതാ മനസ്സിലായത്. അതായത് എൻ്റെ ഉമ്മയാണെങ്കിലും എൻ്റെ അനിയനാണെങ്കിലും ഇനി ജിൻഡോ ബ്രോൻ്റെ ഫാൻസ് കാരണം എനിക്കൊരു പ്രശ്നം അല്ലെങ്കിൽ എന്നെ ആരും കയറി സൈബർ അറ്റാക്ക് ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അവരെന്താക്കുക എന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതെ ഞങ്ങൾക്ക് റസ്മിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള ഗെയിമർ ജിൻഡോ ആണെന്ന് പറഞ്ഞത് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് അതാണ്. അതായത് എനിക്ക് അധികം നെഗറ്റീവ്സ് വരാതിരിക്കാനും അവരുടെ കൺസേൺ ഉണ്ടാവുമല്ലോ. അവളെ എൻ്റെ ഉമ്മിക്കാണെങ്കിലും എൻ്റെ മോളെ ഇനി ആരും ഒന്നും പറയല്ലേ, ഞാൻ ജിൻഡോനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പേഴ്സണലി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്
നമുക്ക് അകത്തുള്ള വ്യൂ അല്ല പുറത്തുള്ള വ്യൂ. അപ്പോൾ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ ജിൻഡോ ബ്രോ നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ജിൻഡോ ബ്രോ അവിടെ എല്ലാവരെയും ഓൺ ആക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ജിൻഡോ ബ്രോ നല്ലൊരു ഗെയിമറാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ അവർക്ക് ജിൻഡോ ബ്രോ ഗെയിം കളിക്കുന്നുണ്ട്, അവിടെ നിൽക്കാൻ ഡിസേർവിങ് ആണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്കതിൽ ഒന്നും പറയാനില്ല, ഓക്കെ ശരി എന്നുള്ള രീതി. അങ്ങനെ വീട്ടുകാർ വന്നപ്പോ ഈ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടന്നു. ഇപ്പം ശ്രീതുവിന്റെ അമ്മ വന്നിട്ട് മറ്റേ ഡെലിബറേറ്റ്ലി അല്ലാണ്ട് കുറെ കാര്യം പറഞ്ഞു. ജാസ്മിന്റെ ഫാദർ വന്നിട്ട് ഫോട്ടോ എടുത്തു, മാലെടുത്തു. സോ ഇതൊക്കെ ഭയങ്കര സൂചനകളാണല്ലോ ശരിക്കും. ജാസ്മിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ട് ഭയങ്കര വലിയ സൂചനകൾ. ഇപ്പം ഈ ഗബ്രിയുടെ വിക്ഷ കഴിഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ സംഭവം അപ്പുറത്തുനിന്ന് ഇപ്പൊ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര നല്ല ആക്ടിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അപ്പൊ ഈ ഡെലിബറേറ്റ്ലി അല്ലാണ്ട് വീട്ടുകാർ ഭയങ്കര ഓണസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങള് മറ്റുള്ളവരുടെ കണ്ണിൽ ഭയങ്കര അധികം ഗെയിം ചേഞ്ചിങ് ആയിട്ടുണ്ടോ? അതായത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഇതിൽ നിന്ന് നോക്കുമ്പോ. ഇല്ല ബ്രോ, ഇതിപ്പോ ജാസ്മിന്റെ ഫാദർ വന്നിട്ട് ആ മാല എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും. അതായത് ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ജാസ്മിൻ ഇപ്പോഴും ഗബ്രി എന്ന് പറഞ്ഞാൽ ഒറ്റ കളിക്കണ്ടേ, പക്ഷെ അവൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത് അവളുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. അവൾ ആ മാല പിടിക്കുന്നു, ഗബ്രിനോട് സംസാരിക്കുന്നത് ഗെയിമിന്റെ സമയത്തോ ടാസ്ക് നടക്കുന്ന സമയത്തോ ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് അവൾ അതിന് സംസാരിക്കുന്നത്. അപ്പോൾ അത് അവൾ ആക്ച്വലി പേഴ്സണൽ സ്പേസ് ആണ്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കും തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഫോട്ടോ എടുത്ത് മാറ്റിയിട്ട് അവളായിട്ട് നിന്നിട്ട് പോട്ടെ എന്നുള്ളത്. പക്ഷെ എനിക്ക് അതിൽ കയറി ഇടപെടാൻ തോന്നിയില്ല. പക്ഷെ അത് അവരുടെ ഫാമിലി വന്ന് ചെയ്തപ്പോൾ ഐ വാസ് ഓക്കെ, എനിക്ക് ഇതിൽ പ്രശ്നമൊന്നും തോന്നിയില്ല. പക്ഷെ നമുക്ക് കാണുന്നവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല, അനുഭവിക്കുന്ന ആൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. അവളെ സംബന്ധിച്ച് അവൾക്ക് പിന്നെ അവിടെ എന്നായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഒന്ന് സെറ്റായി. അപ്പൊ എന്നായിട്ടുള്ള പ്രശ്നം ഒന്ന് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അപ്പൊ അവൾക്ക് വേറെ ആശ്വാസം ആരുമില്ല. അപ്പൊ അവള് ഗബ്രിന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നതാണ് അവൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. അപ്പൊ അതിലും നമുക്ക് അവളെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അമ്മ ബ്രോ അത് അമ്മയുടെ കൺസേൺ ആണ്. കാരണം അമ്മ നോക്കുമ്പോ ഇപ്പൊ പുറത്തിറങ്ങുമ്പോഴാണ് ഞാൻ കാണുന്നത് അർജുനും ശ്രീധുനും കുറിച്ച് അവര് ലവ് ട്രാക്കില് പോണം, എല്ലാം അവര് സെറ്റ് ആവണം എന്നുള്ളത്. ബ്രോ അവര് ശരിക്കും നല്ല ഫ്രണ്ട്സാണ്. അവര് ഭയങ്കര എന്റർടൈൻ ചെയ്യിക്കുന്ന കുരുത്തക്കേടുള്ള നല്ല അടിപൊളി ഫ്രണ്ട്സാണ് അവര്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ നോക്കുമ്പോ അമ്മ അങ്ങനെ പറഞ്ഞതിൽ തെറ്റ് തോന്നൂല. കാര്യം എന്താ അറിയോ, അമ്മയ്ക്കൊരു ഇതുണ്ടാവും, മോളെയും വേറൊരു പയ്യനെയും ചേർത്തിട്ട് ഇങ്ങനെ ലവ് ട്രാക്ക് പോകുന്ന ആ സാധനം പോകുന്നത് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ അമ്മ മാക്സിമം ഉദ്ദേശിച്ചത് നീ നേരത്തെ കിടന്നുറങ്ങി അധികം സംസാരിക്കണ്ട, രാത്രി ഒന്നും ഇരിക്കണ്ട. പക്ഷെ ഇവൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഞാനിത് കേട്ട ആളാ, ശ്രീതു നേരത്തെ കിടന്നുറങ്ങണം, ഇനി അധികം ഇതൊന്നും വേണ്ട. അപ്പൊ ഞാൻ അതിൽ പാസ് ചെയ്യുമ്പോൾ ഞാനിത് കേട്ടാളാ. അപ്പൊ ആ സമയത്ത് എനിക്കും എന്താ പോലെ തോന്നി, എന്താ അമ്മ ഇങ്ങനെ പറയണത്. അതിനുശേഷം ഞാൻ അർജുനും അതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായതാ. ഞാൻ പറഞ്ഞാ സീനാവാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ട് ഫാമിലി ഒരുമിച്ച് വന്ന് ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കലാണല്ലോ ഒരു റിയാലിറ്റി ഷോന്റെ സക്സസ്. അപ്പൊ ബിഗ് ബോസ് അത് നന്നായിട്ട് ചെയ്തു. അർജുന്റെയും ശ്രീധുവിന്റെ ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. പക്ഷെ അർജുന്റെ ഫാമിലി ലൈക്ക് പൊള്ളിയായിരുന്നു. ചേച്ചിയാണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. പക്ഷെ ശ്രീധുവിന്റെ അമ്മയ്ക്ക് അങ്ങനെ അറിയില്ല, അങ്ങനെ നിൽക്കാനേ അറിയണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക് വേറൊരു ലോകം, പുറത്തെ ഒരു ലോകം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല. അമ്മ മോള് ആ ഒരു ലോകം മാത്രമേ. ഇപ്പൊ ഇവൻ ശ്രീധു പലപ്പോഴും പറയുമ്പോൾ അമ്മ മോള് ആ ലോകം മാത്രമേ അവർക്കിടയിലുള്ളൂ. ഇവൻ ശ്രീധു പോലും ഞങ്ങൾ ഒരു പ്രാവശ്യം ശ്രീധു വന്നിട്ട് ചോദിക്കാം നൈറ്റ് ഷോക്ക് പോയിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞാൽ പോയിട്ടുണ്ട്. അടുത്ത ആളോട് ചോദിക്കാം നൈറ്റ് ഷോക്ക് പോയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നൈറ്റ് ഷോക്ക് പോയിട്ടുണ്ട്, ശ്രീധു മാത്രം ഇതുവരെ നൈറ്റ് ഷോക്ക് പോയിട്ടില്ല. അപ്പോൾ അവരുടെ ലോകം ചെറുതാണ്. ശ്രീധു ലൊക്കേഷനിലേക്ക് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, പ്രോഗ്രാമിന് പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. ഫ്രണ്ട്സ് സർക്കിളിൽ ശ്രീധുവിന് 2 ഫ്രണ്ട്സേ ഉള്ളൂ, അവരായിട്ട് അധികം പുറത്തൊന്നും പോയിട്ടില്ല. അത്രയും ചെറിയ ലോകത്തിലുള്ള ശ്രീധു, അമ്മേനെ അത്രയും ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ശ്രീധു ഹൗസിൽ വന്നതിന് ശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പല കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്. ബർത്ത്ഡേയുടെ ലെറ്ററിൽ അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഇത് അമ്മയ്ക്കുള്ള കൺസേൺ ആണ്, നീ നേരത്തെ കിടന്നുറങ്ങ്, പുറത്തിങ്ങനെയാണെന്നൊന്നും അമ്മ അകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു രീതിയിലേക്ക് ടോക്ക് പോവണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞതായിരിക്കും. പക്ഷെ ശരിക്കും അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഗെയിമാണ്, ഇനിയും നൈറ്റ് ഇരിക്കും.
ശ്രീതു അവിടെ അമ്മേനോട് എനിക്ക് തോന്നുന്നു പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ടൈം അറിയാൻ പറ്റും. ടൈം ആക്ച്വലി അവൾക്കത് പറയണമെന്നുണ്ട്, പക്ഷെ അവള് കോൺഷ്യസ് ആണ്, ക്യാമറ ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ അമ്മയെ അത് ഏത് രീതിയിൽ അമ്മേനോട് പറയണം എന്നുള്ളതും അവൾക്ക് അറിയുന്നില്ല. പക്ഷെ അവള് ട്രൈ ചെയ്യുന്നുണ്ട്, അമ്മ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. ശ്രീധുവിനെ അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അർജുനും ശ്രീധുവിനെയും കുറിച്ച് കോംബോ പിടിക്കുന്നു, ലവ് ട്രാക്കാണെന്ന് പറയുന്നത് കേട്ടാൽ ശ്രീധുവിന് ദേഷ്യം വരും. കാരണം ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണ് അവരുടെ, നല്ല രസമാണ് അവരുടെ കൂടെ ഇരിക്കാനായിട്ട്. ഇനിയിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞു, വാട്ട് നെക്സ്റ്റ് ഇൻ റസ്മിൻസ് വൈൽഡ് ലൈഫ് ചോദിച്ചാൽ എന്താ പറയുക? എനിക്ക് എൻ്റെ ഏറ്റവും ആഗ്രഹം, എൻ്റെ പാഷൻ എന്ന് പറയുന്നത് എനിക്ക് ആങ്കറിങ് ആണ്. അപ്പോൾ എനിക്ക് റിയാലിറ്റി ഷോസിൽ ആങ്കറിങ് ചെയ്യുക, അതുപോലെ തന്നെ ഞാൻ വെഡ്ഡിങ് കോർപ്പറേറ്റ് ഇവൻറ്റ്സിലൊക്കെ ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഫോർമലായിട്ടുള്ള ആങ്കർ അല്ല, ഭയങ്കര ഇൻഫോർമലായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ആങ്കറാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ സ്വപ്നം. അതുകൂടാതെ ഇനിയിപ്പോൾ PhD എടുക്കണം, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആ ഒരു രീതിയിലേക്ക് തന്നെ ടീച്ചിങ്, PhD ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ടീച്ചിങ് തന്നെ പിന്നെ ഫോക്കസ് ചെയ്യണം. അതിൻ്റെ കൂടെ ആങ്കറിങ് കൊണ്ടുപോകണം, പിന്നെ ബൈക്ക് റൈഡ്, അങ്ങനെ. ഈ വീട്ടിൽ വന്നപ്പോ പറഞ്ഞിട്ടുള്ള ഒരു ഉമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ അവക്ക് സ്വന്തമായിട്ട് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പൊ വീട്, ഇങ്ങനെ കുറെ ബക്കറ്റ് ലിസ്റ്റുകളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവളുടെ കല്യാണം എന്ന് പറഞ്ഞത്. എന്താ ഒരു കല്യാണം, അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഈ ഫാമിലി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മളോട് വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോ എന്താ അതിനുള്ളൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ലൈഫിൽ ഒരിക്കലും സംഭവിക്കേണ്ട ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു കല്യാണത്തിലേക്ക് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ടും എൻ്റെ സിറ്റുവേഷനും എൻ്റെ ചുറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കല്യാണം ഞാൻ കണ്ടതിൽ 100 പേരിൽ 99 പേരുടെ ഫെയിലിയറാണ്. ചെറുപ്പത്തിലേ കെട്ടിച്ചിടുന്നു, ഇൻഡിപെൻഡൻ്റ് ആവാതെ കെട്ടിച്ചിടുന്നു. അപ്പോൾ ഒരു കല്യാണത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ലൈഫ് ലോങ് നമ്മുടെ പാർട്ട്ണർ അയാളാണ്. അപ്പോൾ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളുണ്ട്, അതെല്ലാം നോക്കിയും കണ്ടും കഴിഞ്ഞതിന് ശേഷം നമുക്ക് കംഫർട്ടബിൾ ആണ്. അതിപ്പോൾ ഏത് പ്രായമാണെങ്കിലും നമ്മൾ കംഫർട്ടബിൾ ആണ്, എനിക്ക് ഇനിയൊരാൾ വേണം എന്ന് തോന്നുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക. അല്ലാതെ നമുക്ക് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫാക്ച്വേഷൻ, അത് പ്രേമം, ഇതിലൊക്കെ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് തീർന്നു. പ്രേമം തോന്നിയോ, നിങ്ങൾ പ്രേമിച്ചു നടന്നു, ഇൻഫാക്ച്വേഷൻ തോന്നിയോ, പറ, അങ്ങനെ പൊക്കോ. പക്ഷെ അല്ലാതെ കല്യാണത്തിലേക്ക് പോകുമ്പോൾ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സ് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ അതെല്ലാം ക്വാളിറ്റീസും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഫൈനൽ ഒരു ഡിസിഷനൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകണം എന്നുള്ളൊരു രീതിയാണ്. പിന്നെ നമ്മുടെ ലൈഫാണ്, നമുക്ക് ഒറ്റ ലൈഫുള്ളൂ. ആ ഒരു ലൈഫ് നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എനിക്ക് എൻ്റെതായ അച്ചീവ്മെൻറ്റ്സ് വേണം, ലക്ഷ്യങ്ങളുണ്ട്. എൻ്റെ ഒരു സ്വപ്നമാണ് വീട്. അതുപോലെ തന്നെ എൻ്റെ ലൈഫ് ഒരു നല്ലൊരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്രദറിനെയും എൻ്റെ വീട്ടുകാരെയൊക്കെ എനിക്ക് രക്ഷപ്പെടുത്തണം. അപ്പോൾ എനിക്ക് കുറേ പ്ലാനുകളുണ്ട്. അതെല്ലാം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതിലേക്കാണ്. കല്യാണം എൻ്റെ പ്രയോറിറ്റി അല്ല, കല്യാണം എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലേ വരുന്നില്ല. എങ്ങാനും എനിക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു ടൈം, എല്ലാവർക്കും ആ ഒരു ടൈം വരും, തോന്നണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നാട്ടിലൊക്കെ എങ്ങനെ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട്? എനിക്കത് ഇഷ്ടമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് വെറുതെ റസ്മിൻ ബൈ അങ്ങനെ പറയുന്നുണ്ട്. മറ്റേത് സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ഇത് മറ്റേ ആ ഷോലി അങ്ങനെ, ഇതങ്ങനെയല്ല, ഡയറക്റ്റ് റസ്മിൻ ബൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ നിങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അറിയാലോ ആ പരിസരം. അപ്പോൾ അവിടെ മിക്ക ആൾക്കാർക്കും അറിയില്ലായിരുന്നു എൻ്റെ വീടാണ് അവിടെയാണെന്നുള്ളത്. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 3-4 നേരം വെച്ചിട്ട് ആ വീട്ടിലെ പരിസരത്തുള്ള പിള്ളേരുകൾ വരും, അയ്യോ കുട്ടി പട്ടാളങ്ങൾ വരും. അവർ വന്നിട്ട് ഹലോ റസ്മിൻ ബായ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ഒച്ചെടുത്തിട്ടൊക്കെ പോകും. ചിലർ വന്നിട്ട് ബെല്ലടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഇവന് തന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഈ ചെയ്യുന്ന പ്രൊഫഷൻ ടീച്ചറാണ്, അപ്പോഴും ഈ അതിൻ്റെ ഇടയ്ക്ക് വന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. റസ്മിന്റെ ബിഗ് ബോസ് ഹൗസിൽ മറ്റേ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഒരു ടീച്ചർ കാണിക്കേണ്ട ഒരു ഡെക്കോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി സംഭവമാണ്. അപ്പൊ കാരണം നമ്മൾ പിള്ളേരെ പഠിപ്പിക്കലാണല്ലോ നമ്മുടെ ബേസിക്കലി പരിപാടി. അപ്പോഴും ഈ പറഞ്ഞ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ സൈക്കോളജിയിൽ എന്താ. അപ്പോൾ എങ്ങനെ ശരിക്കും അത്തരം കമന്റുകളൊക്കെ ഡെഫിനറ്റ്ലി ഇനി കേൾക്കാനുള്ള
കേൾക്കാനുള്ള ചാൻസുകൾ ഉണ്ട്. ഈ പറഞ്ഞ ബാത്റൂമിൽ കയറി കഥ കടിച്ചിട്ട് ജിന്നുമായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ട് കഥ കടിച്ചിട്ട് ഒച്ചെടുക്കുന്നു, മറ്റേ മോഡേൺ ഡേ ഹൾക്ക് എന്നൊക്കെ വിളിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അത്ര കമന്റുകളൊക്കെ ഇനി റെസ്പോണ്ട് ചെയ്യാൻ പോവാ? ഞാൻ കമന്റ്സ് ഒന്നും നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് പോസിറ്റീവ് ആയിട്ട് ഇരിക്കണത്. കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്ന് തകർന്ന്. ഞാൻ ഇറങ്ങിയിട്ട് എന്റെ വീഡിയോസിന്റെ താഴെയുള്ള ഒരു കമന്റ്സ് ഞാൻ നോക്കാൻ നിന്നില്ല. ഞാൻ നോക്കുന്നു, ഹായ് കൊള്ളാലോ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കൊള്ളാം, ഡയലോഗ് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ എപ്പിസോഡ് കാണാൻ നിന്നിട്ടില്ല, കമന്റ്സ് ഒന്നും നോക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീട് ഒരു പ്രഷർ കുക്കറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ അവിടെ കാണിച്ച ഓരോന്നും എൻ്റെ സ്വഭാവമാണ് ബ്രോ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ സ്വഭാവത്തെ ഞാൻ മാറ്റാനാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ ശ്രമിച്ചത്. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് കൊറേയൊക്കെ മാറിയത്. വീട്ടില് ഉമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള ആള് കൊറേ കഴിഞ്ഞിട്ടാ ചൂടാവണൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടുണ്ട് നമ്മള്. അത് നിങ്ങൾ പോയി നിന്നാലേ എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നവരോട് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ആ സിറ്റുവേഷനിലൊന്ന് പോയി നിൽക്ക്, അപ്പോൾ മനസ്സിലാവും. അത്രയും നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ലാസ്റ്റ് ആകുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ആ കയ്യിൽ നിന്ന് പോകുന്നതും ആ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പം ഞാൻ കുറേ പ്രാവശ്യമായിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനത് കുറച്ചു. ഒരു ടൈമിൽ എൻ്റെ ദേഷ്യം നിങ്ങൾ കണ്ടിട്ടേ ഇല്ല, മീൻസ് ഞാൻ ദേഷ്യപ്പെടുന്നതോ സംസാരിക്കുക ഒന്നുമില്ല. കാരണം എന്താ, ഞാൻ അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പം എനിക്ക് വന്ന കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസ്മിൻ ഇപ്പം ഗെയിം കളിക്കുന്നില്ല, ഡൗൺ ആയി, റസ്മിൻ ഡൗൺ ആയി, ഗെയിം കളിക്കുന്നില്ല. അപ്പം എനിക്ക് ഞാനായിട്ട് നിന്നപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാർ, ഞാൻ എന്നെ മോശ സ്വഭാവമാണെന്ന് പറഞ്ഞ ആ വ്യക്തികൾ തന്നെ പിന്നീട് പറയാനാണ് റസ്മിൻ ഇപ്പൊ ഒന്നും സംസാരിക്കാറില്ല, റസ്മിൻ പഴയതുപോലെയല്ല, റസ്മിൻ ഡൗൺ ആണ് എന്ന് പറയാം. അപ്പൊ എനിക്കതിൽ എന്താ പറയാലോ, ഒന്നും പറയാനില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ എന്റെ ദേഷ്യം കുറച്ചു, അതിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മാറ്റങ്ങൾ വന്നു. അതാണ് ഈ റിയാലിറ്റി ഷോ. ആഫ്റ്റർ ഓൾ ഇതൊരു റിയാലിറ്റി ഷോയാണ്. ഓക്കെ, നമ്മളിവിടെ ആരെയും കൊന്നിട്ടോ തിന്നിട്ടോ ഒന്നും പോയി കിടക്കുന്ന ക്രിമിനൽസ് അല്ല. പക്ഷെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു ക്രിമിനൽസ് ചെയ്യുന്നതിൻ്റെ പോലത്തെ നെഗറ്റീവ് കമൻസ് ആണ് നമുക്ക് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ആക്ച്വലി ഞാൻ പറയാൻ എന്തായിരുന്നു, പ്രൊഫഷണൽ ആങ്കർ മാനേജർ, നമ്മുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നല്ല രീതിയിൽ പുറത്തേക്ക് കൊടുക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണിത്. അപ്പം ഞാൻ അവിടെ കാണിച്ചതൊക്കെ എൻ്റെ സ്വഭാവങ്ങളാണ്. അതിനെ നല്ലതിനെ നല്ലതായിട്ട് എടുക്കാനും മോശം എന്നുള്ളതിനെ മാറ്റി നല്ലതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള റിയാലിറ്റി ഷോ ആയിരുന്നു അത്. അപ്പം ഞാൻ അതിനെ എൻ്റെതായ രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. ഇറങ്ങിയിട്ട് കണ്ടസ്റ്റൻസിനെ ആരെങ്കിലും വിളിച്ചോ? എല്ലാവരും വിളിച്ചു. എല്ലാവരും, യമുന ചേച്ചിനെ വിളിച്ചിട്ടില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഗബ്രീനെ പോയി മീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട്, ഗബ്രീൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്സരേനെ മീറ്റ് ചെയ്തു, ശരണ്യനെ, എല്ലാവരും വിളിച്ചു. അപ്സരേനെ അവിടെ ചെന്ന് വെൽക്കം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്സര ഒന്നും ഇപ്പോൾ ഔട്ടാവേണ്ട ആളല്ല. അപ്പൊ അപ്സരയ്ക്ക് അത് ഭയങ്കര ഷോക്കായിരിക്കും എന്ന് എനിക്കറിയാം. അപ്സര എവിക്റ്റ് ആയി പോകുന്ന അപ്സരയുടെ സ്വപ്നത്തിലേ ഇല്ല. അപ്സരയുടെ മാത്രമല്ല, അവിടെ ഉള്ള ആരുടെയും സ്വപ്നത്തിലില്ല. അപ്പൊ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അപ്സരയ്ക്ക് വോട്ട് കുറവായിരുന്നു, എനിക്കും വോട്ട് കുറവായിരുന്നു എന്നുള്ള ഇത് വന്നത്. അപ്പോൾ എനിക്കറിയാം അപ്സരയ്ക്ക് അത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത്. പിന്നെ അപ്സരയും ഞാനും ഇതേപോലെ ഇപ്പോൾ ഞങ്ങളും നല്ല ബോണ്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബോണ്ട് പുറത്ത് അങ്ങനെ അധികം വിസിബിൾ ആവാത്ത രീതിയിലായിരിക്കും വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനും ജാസ്മിനും ഞാനും നോറയും പോലെയൊക്കെ തന്നെയാണ് ഞാനും അപ്സരനെ കുറെ ഉപദേശിക്കാറുണ്ട്, ഞാനും അപ്സരനെ കുറെ ഉപദേശിക്കാറുണ്ട്, അപ്സരന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്സര എന്താന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് അപ്സരയ്ക്ക് ഒരു കൂട്ടായിട്ട് വേഗം എയർപോർട്ടിൽ പോയതും. ടിക്കറ്റ് ഫിനാലെ നടക്കുന്നുണ്ട്, ടിക്കറ്റ് ഫിനാലെ നടക്കുന്നുണ്ട്, ടാസ്കുകൾ നടക്കുന്നുണ്ട്. ആര് കപ്പടിക്കും? ഇനി പ്രഡിക്ഷൻസ് ഇപ്പോൾ ഗെയിം വെച്ചിട്ടാണെങ്കിൽ അവിടെ കപ്പടിക്കാൻ ഡിസേർവിങ് ആയിട്ടുള്ളത് ജാസ്മിൻ, അഭിഷേക്, ജിൻഡോ, അർജുൻ, ഈ ഇത്രയും പേരാണ് കപ്പടിക്കാൻ ഡിസേർവിങ്. പിന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആര് അടിക്കണമെന്നാണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ജാസ്മിനെ പറയുള്ളൂ. കാരണം ജാസ്മിൻ അവിടെ അനുഭവിച്ചേക്കുന്ന പോലെ, ജാസ്മിൻ അവിടെ എല്ലാവരും കൂടി ചെയ്തേക്കുന്ന പോലെ ഈ ഒരു സീസണിലും ഇത്രയും ടോർച്ചർ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്രയും സൈബർ അറ്റാക്ക് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി വേറെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഗെയിമർ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും അവിടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ ഒരു ലെവൽ വരെ എത്താൻ പറ്റിയല്ലേ. എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ അത്രയും പറ്റില്ല, അപ്പോൾ അപ്ലൈ പോയേനെ. അവൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഷീ ഡിസേർവ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റസ്മിൻ ബായ് എന്ന പേര് ഞാൻ കോമൺ പീപ്പിൾസിൻ്റെ ഇടയിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു.
അത്രയും ദിവസത്തെ ഒരു ബിഗ് ബോസ് ജേണിയിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ ഒരു തുടക്കമാവട്ടെ ബിഗ് ബോസ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ ആശംസകളും നേരെയാണ്. അപ്പോൾ ഫിനാലിക്ക് പോയിട്ട് ഈ പറഞ്ഞ പോലെ സുഹൃത്തുക്കള് കപ്പടിക്കുന്നത്, അപ്പൊ സുഹൃത്തുക്കൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളുകൂടെയാണ്. അപ്പൊ അതേ സൗഹൃദത്തില് ഒരാളെ കപ്പടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ. താങ്ക് യു ബ്രോ, താങ്ക് യു. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഫ്രണ്ട് ലോഡ്, ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജിയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.